കർത്താവായ ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ യൂട്യൂബിലൂടെ ദൈവിക സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളുന്നു. ഈ തിരുവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി മാറിയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുവാൻ കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. അവർ സംസാരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നിശരങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ച്, അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഈ രാജാക്കന്മാരുടെ പുസ്തകങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ ഇസ്രായേൽ ജനം ഹല്ലേലൂയ വഴി തെറ്റി മുമ്പോട്ട് പോകുമ്പോൾ, അവർ അന്യ ദൈവങ്ങളെ ആരാധിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ നടുവിൽ ഏലിയാവ് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എതിർക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഏലിയാവ് ദൈവഭക്തനായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോയ ഒരു വ്യക്തിയാണ്. അതുപോലെ വിശ്വാസത്യാഗം സഹിച്ച് മുൻപോട്ട് പോയ ഒരു വ്യക്തിയാണ് ഏലിയാവ്. എന്നാൽ ഈ ദിനങ്ങളിൽ ആ ഏലിയാവിൻ്റെ കൂടെ മുമ്പോട്ട് പോകുമ്പോൾ അവൻ്റെ വിശ്വാസ ജീവിതത്തെ കണ്ടുകൊണ്ട് ഹല്ലേലൂയ ഏലിശ പറയുന്നുണ്ട്, നീ എൻ്റെ പ്രാണനാണ്, ഞാൻ നിന്നെ വിടുകയില്ല. ഹല്ലേലൂയ. 7 ഇരട്ടി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നേ മതിയാവൂ. അതുകൊണ്ട് ഈ ദിനങ്ങൾ ദൈവ പൈതലെ, നീ ദൈവസന്നിധിയിൽ വിശ്വാസത്തോട് അടിയുറച്ച് നീ മുമ്പോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ 7 ഇരട്ടി പങ്ക് യഹോവയാ ദൈവമേ എനിക്ക് തരുമാറാകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നീ മുമ്പോട്ട് പോയാൽ നിന്റെ ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങളും കൃപകളും പകർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ വിശ്വാസ ജീവിതം കാത്തുകൊണ്ട്, നമ്മുടെ ഹല്ലേലൂയ വിശ്വാസത്യാഗം കാത്തുകൊണ്ട് ഈ ദിനങ്ങളിൽ ശക്തമായി മുമ്പോട്ട് പോയാൽ ദൈവം നമ്മെ വഴി നടത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഹല്ലേലൂയ ഏലിയാവും എലീശയും കൂടെ മുമ്പോട്ട് പോകുമ്പോൾ രണ്ടായി വേർതിരിച്ചുകൊണ്ട് ഹല്ലേലൂയ ഏലിയാവിനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. അതുകൊണ്ട് ചുഴലിക്കാറ്റുകളിലൂടെയും അത്ഭുതം ചെയ്യുന്ന സ്വർഗീയ പിതാവാ ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിലും അത്ഭുതം ചെയ്യുന്ന സ്വർഗീയ പിതാവാ ദൈവമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ മദ്യപിക്കുവാൻ മദ്യം ഒരു വിഗ്രഹമായി മാറുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പണം ഒരു വിഗ്രഹമായി മാറുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ ഹല്ലേലൂയ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഹല്ലേലൂയ നാം ഹല്ലേലൂയ കർത്താവായ ദൈവത്തിൻ്റെ വരവെങ്കിൽ നാമും എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ടാണ് ഏലിയാവ് സ്വർഗത്തിലേക്ക് കയറുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. ഹല്ലേലൂയ. നഹൂമിന്റെ പുസ്തകം 3:1 പറയുന്നുണ്ട്, ഹല്ലേലൂയ യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുള്ളവൻ, അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല. യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും ഉണ്ട്. ഹല്ലേലൂയ. മേഘവും അവൻ്റെ കാൽ കീഴായി പൊടിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യഹോവയായ ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. അവൻ ബാലശിക്ഷ തന്ന് നമ്മെ വിശ്വാസ ജീവിതത്തിലൂടെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്വർഗീയ പിതാവാ ദൈവം. ആ കർത്താവാ ദൈവം ചുഴലിക്കാറ്റിലൂടെയും അത്ഭുതം ചെയ്യുന്ന ദൈവം, വഴി തുറക്കുന്ന ദൈവം. ആ വഴി തുറക്കുന്ന ദൈവം ഇന്നും നമുക്ക് വേണ്ടി തുറക്കുവാൻ തക്കവണ്ണം മതിയായ ദൈവമാണ്. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ നമ്മൾ വിശ്വാസത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലുമുണ്ട്. ഈ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം മുറുകെ പിടിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവായ ദൈവത്തിൻ്റെ വഴികൾ നമുക്ക് തുറന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 7:14 ഇവിടെ വായിക്കുന്നുണ്ട്, ഞാൻ ഒരു ചുഴലിക്കാറ്റ് കൊണ്ട് അവർ അറിയാത്ത സകല ജാതികളുടെ ഇടയിൽ പാറ്റിക്കളഞ്ഞു
പോക്കും വരവില്ലാത്തവണ്ണം അവരുടെ പിമ്പിൽ ശൂന്യമായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ തീർന്നു. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ വ്യവസ്ഥതയോടെ നിന്ന് കഴിഞ്ഞാൽ സകല ജാതികളിൽ നിന്ന് തുടച്ചു മാറ്റുന്നത് പോലെ ദുശാഠ്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നാം മുമ്പോട്ട് പോയാൽ പറയട്ടെ ദൈവ പൈതലെ ഹല്ലേലൂയ യഹോവയായ ദൈവം നമ്മെ അനുഗ്രഹിക്കാൻ തക്കവണ്ണം നമ്മുടെ തീരും. അല്ലാതെ വിശ്വാസ പ്രമാണം അനുസരിച്ച് അനുസരിക്കാതെ പോയാൽ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ നാമം സ്വർഗ്ഗത്തിൽ എടുക്കപ്പെടുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇതിനങ്ങൾ വിശ്വാസ ജീവിതത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ദുശാഠ്യങ്ങൾ മാറ്റിക്കൊണ്ട് കല്ലായ ഹൃദയത്തെ മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ നിഷ്കളങ്കതയോടെ നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ ഇതിനങ്ങൾ കർത്താവ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് വലിയവ ചെയ്യുമാറാകണമേ. ഞാൻ അങ്ങ് എൻ്റെ ദൈവത്തോട് അടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. അതുകൊണ്ട് ഞാൻ അടുത്തു വരികയാണ്, വിശ്വസ്തയോട് നിൽക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ വരവെങ്കിൽ എന്നെയും എടുക്കപ്പെടുമാറാകണമേ എന്ന് ദൈവത്തോട് നാം ഹാനുക്ക് ദൈവത്തോട് ചേർന്ന് നടന്നതുപോലെ ഈ ദിനങ്ങളിൽ വിശ്വാസ പ്രമാണം അനുസരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ വരവെങ്കിൽ നാമും സ്വർഗത്തിൽ കാണപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ശൂന്യതകളെല്ലാം മാറ്റിക്കൊണ്ട് ഈ ദിനങ്ങളിൽ മുൻപോട്ട് പോകാം. ഈ തിരുവചനങ്ങളാൽ കർത്താവ് ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ.